ഇതെന്തോ ഇത്? ഓ, ഞാനിപ്പോ ജീവിക്കാൻ വേറെ മാർഗമൊന്നുമില്ലേ. അതുകൊണ്ട് ഇപ്പൊ ചായ ഒഴിപ്പ് ഇവിടെ കടയിൽ ഒരു ജോലി കിട്ടി. പത്രസമ്മേളനം കണ്ടായിരുന്നോ അൻവറിന്റെ? മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം ഞാൻ കണ്ടിടേ. മുഖ്യമന്ത്രി പറഞ്ഞ അതിന്റെ കറക്റ്റ് കാര്യങ്ങളല്ലേ പറഞ്ഞു? എന്തൊക്കെയാ പറഞ്ഞ? അൻവർ അങ്ങനെ പത്രസമ്മേളനം നടത്താൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ എന്നോട് വന്ന് ആലോചിക്കണം. ഇല്ലേ? ആദ്യമായി പത്രസമ്മേളനം നടത്തിയപ്പോഴും മുഖ്യമന്ത്രി വിളിച്ചെന്നാ പറയുന്നത്. അപ്പൊ വിളിച്ചെന്ന് പറഞ്ഞപ്പോഴും പുള്ളി പറയുന്നത് പത്രസമ്മേളനം നടത്തിയിട്ട് വരാമെന്ന്. അങ്ങനെ 2 പത്രസമ്മേളനം നടത്തിയതിനു ശേഷമാണ് പുള്ളി ആരെ കണ്ടത്? മുഖ്യമന്ത്രിയെ കണ്ടത്. അപ്പൊ മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു ഇനി പത്രസമ്മേളനം നടത്തരുതെന്ന് പറഞ്ഞു. എന്നിട്ട് അയാൾ കേട്ടില്ല. എന്നിട്ടും അയാൾ മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്താൻ തീരുമാനിച്ചില്ല. മുഖ്യമന്ത്രിക്ക് എതിരെ ഒരു പത്രസമ്മേളനം നടത്തിയത്. അതുകൊണ്ട് മുഖ്യമന്ത്രി ഇന്ന് നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സഹായിക്കുന്നവരും ഇത്തരം പ്രവണതകൾ പാടില്ല. കച്ചവടമൊക്കെ എങ്ങനെ നടത്തുന്നു? ഓ, നമ്മളെ ജീവിക്കാൻ മാർഗമില്ലാതെ വന്നപ്പോ എന്തെങ്കിലും ഒരു പണി ചെയ്യണോന്ന് വിചാരിച്ചാ. നമ്മള് കിടക്കണ്ടേ കിടന്നാ ഉറങ്ങുന്നത്. അപ്പൊ ഇവരെ നമ്മുടെ കുറെ സുഹൃത്തുക്കളൊക്കെ സഹായിക്കും. എന്നും അവന്മാരെ കൊണ്ട് നമ്മൾ മേടിക്കുന്നത് ശരിയല്ല. നമ്മള് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇപ്പൊ ചെയ്യാവുന്ന ഒരു സമയമാണല്ലോ. മറ്റു നേരത്തെ കച്ചവടമൊക്കെ ഇല്ലായിരുന്നു, ഇപ്പൊ ഇല്ലേ? കച്ചവടം ഇപ്പോഴും ഉണ്ട്. ഞാനും ഒരു ചായ കുടിക്കാന്ന്. ചായ കൊള്ളാം. മുട്ടായ്മാവന്റെ ഒരു ചായ കുടിക്കാനല്ലായിരുന്നു. ഞാനും കുടിക്കാൻ. പരിപാടി എന്ത് പരിപാടി? വണ്ടിയുടെ പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. നാട്ടിലെ രാഷ്ട്രീയമൊക്കെ എങ്ങനെയുണ്ട്? നാട്ടിലെ രാഷ്ട്രീയം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുക. ഒരുപാട് കാര്യങ്ങളും കഥകളും നടന്നുകൊണ്ടിരിക്കുക. മുഖ്യമന്ത്രി പത്രസമ്മേളനമൊക്കെ നടത്തിയായിരുന്നു. ഞാൻ കണ്ടു. അതങ്ങനെ തന്നെ വരും നമുക്കറിയാലോ. അതേ തന്നെ പോയിക്കോട്ടെ. തള്ളി പറഞ്ഞു. മുട്ടായ്മാമൻ എന്തോ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്ത് രാഷ്ട്രീയമായി പറയുന്നത്? മുട്ടായ്മാമൻ പറയുന്ന രാഷ്ട്രീയമാടാ. എന്തോ രാഷ്ട്രീയോ? മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയല്ലേ? എന്തോ ശരി? മുഖ്യമന്ത്രി പറഞ്ഞത് അൻവർ കുറ്റക്കാരനാ. അൻവർ അങ്ങനെ പറയാൻ പാടുണ്ടോ? ഇന്നലെ പറഞ്ഞ അങ്ങനെ അല്ലെന്ന് പറയുന്നു, ഇപ്പൊ പറയുന്നത് അങ്ങനെയാണെന്ന് പറയുന്നത്. അങ്ങനെയൊന്നും അല്ല ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അൻവറിന് പറയാനുള്ള വേദിയുണ്ട്. ആ വേദി അൻവർ പറയണം. നിങ്ങൾ ഇങ്ങനെ പലപ്പോഴും പലരെയും ന്യായീകരിച്ച് സംസാരിച്ചാൽ മതിയാണ്. ഞാൻ ന്യായീകരിക്കും. നിനക്കെന്ത്? ഞാൻ ന്യായീകരിക്കും. നിനക്കെന്താ? നിങ്ങൾക്ക് ഒരു പണി ഇറങ്ങുന്നത് അത് ഇതും ചെയ്തിട്ട് പിന്നെ എനിക്ക് ഇങ്ങനെയുള്ള ആളുകളെ സംസാരിക്കാൻ കാര്യമില്ല. നിനക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. നീ രാഷ്ട്രീയം അറിയാത്തവരാ. എനിക്ക് രാഷ്ട്രീയം അറിയാം. എന്നാ ഞാൻ പോന്നു. നീ അങ്ങനെ പോകണം. അവിടെ നിൽക്കാൻ. രാഷ്ട്രീയം എനിക്കും അറിയാടാ. നിനക്കറിയാവുന്ന പോലെ എനിക്കും അറിയാം. നീ എന്താ രാഷ്ട്രീയം എന്നെ പഠിപ്പിക്കാന്ന്? നീ പോന്നേ പോ. ഇവിടെ രാഷ്ട്രീയം ഒന്നും പറയാക്കത്തില്ല. നിങ്ങൾക്കൊരു ജോലി തന്നതേ ഉള്ളൂ. ഇഷ്ടമുണ്ടെങ്കിൽ ജോലി ചെയ്യുക, അല്ലെങ്കിൽ എന്ത് പോവാം. ഞാൻ രാഷ്ട്രീയം ഒന്നും പറയുന്നില്ലല്ലോ. രാഷ്ട്രീയം പറയരുത്. ഞാനിവിടെ ജോലിയില്ലേ ചെയ്യുന്നത്. രാഷ്ട്രീയം ഞാൻ പറയുന്നില്ലല്ലോ. ജോലിക്ക് വന്നാണ് ജോലി ചെയ്താൽ ഞാൻ ജോലി ചെയ്തിട്ടേ പോത്തോളൂ.